ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ അടുത്ത ഗാനം ഇശൽ കഹാനി റൗണ്ടിൽ മൊഹസിൻ. خلق الإنسان من علق സംസ്കാരശൂന്യത കണ്ട് സെയ്ത് വ്യസനം പൂണ്ട് ഏകാന്തവാസത്തിനായി എത്തിയ പർവ്വതമുകളിൽ സംസ്കാരശൂന്യത കണ്ട് സെയ്ത് വ്യസനം പൂണ്ട് ഏകാന്തവാസത്തിനായി എത്തിയ പർവ്വതമുകളിൽ 40 നാളിലന്ന് നബിയോരെ ചാരെ വന്ന് ഉറയുന്നതാ ജിബ്രീൽ. ഇഖ്റ യാ റസൂൽ, ഇഖ്റ ചൊല്ലി ജിബ്രീൽ, ഇഖ്റ ചൊല്ലി ജിബ്രീൽ. ഹിറാ ഗുഹയിൽ റസൂലോരിൽ ഇഖ്റ ചൊല്ലി ജിബ്രീൽ. ചൊല്ലി ജിബ്രീൽ, ഇഖ്റ ചൊല്ലി ജിബ്രീൽ. ഹിറാ ഗുഹയിൽ റസൂലോരിൽ ഇഖ്റ ചൊല്ലി ജിബ്രീൽ.
ജബലിൽ ഇഖ്റ ചൊല്ലി ജിബ്രീൽ. എന്തായാലും ഫൈസൽ സാറിനോട് ചോദിക്കാം. ഇവിടെ ഇശൽ കഹാനിയിൽ ഈ സംഭവം മോൻ അറിയാലോ അല്ലേ? ഈ ഒരു സത്യസന്ദേശത്തിൻ്റെ അരുൾപ്പാട് വരുന്നത് ഹിറാ ഗുഹയിൽ നബി തിരുമേനി ധ്യാനത്തിലിരിക്കുമ്പോഴാണ്. അന്ന് മക്കയിലുണ്ടായിരുന്ന ആളുകളുടെ ജീവിത രീതി, അവരുടെ ആരാധനാ ശൈലി, ഇതൊന്നും മുഹമ്മദ് നബിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. നബി തിരുമേനിക്ക് അതൊന്നും ഒരു നിലക്കും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ആശങ്കയിൽ. കാരണം ഇവിടെ മറ്റു പല ശക്തികളെയും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയുന്നില്ല. മാത്രമല്ല അക്രമവും അരാജകത്വവും ജീവിത ശൈലി. അപ്പോൾ അന്നത് പറയല്ലോ, പെൺകുട്ടികളെയൊക്കെ ജനിച്ചാൽ അത് ദുശകുനമായി കണ്ട് അവർ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള ഒരു കാലത്താണ് റസൂൽ തിരുമേനി അവിടേക്ക് വരുന്നത്, അവിടെ ജനിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ ഈ അവസ്ഥ കണ്ടാണ് റസൂൽ തിരുമേനി ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുകയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോകും. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ധ്യാനത്തിലിരിക്കുന്ന സമയത്തൊക്കെയാണ് ഖദീജ ബീവി ഭാര്യ ഭക്ഷണം കൊണ്ട് കൊടുക്കും. ഈ ഒരു ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ജിബ്രീൽ മലക്ക് വരികയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് പറയാണ്, ഈ ഒരു ധ്യാനത്തിന് മറുപടിയായിട്ട് പറയാണ്, നീ നിൻ്റെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കുക, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയണത്. ഖുർആനിലെ ആദ്യത്തെ വചനമാണത്. ഇഖ്റ എന്ന് 3 തവണ ചൊല്ലിയിട്ടും നബി തിരുമേനിക്ക് അത് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. ഇഖ്റ, കാരണം അക്ഷരജ്ഞാനമുള്ള ആളായിരുന്നില്ല നബി തിരുമേനി. അതാണ് ഉമ്മിയാണ് ഞാനെന്ന് പറയുന്നത്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നബി, ഒരിക്കലും വായിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നബി വിറക്കുകയാണ്. അപ്പോൾ ഈ നബി തിരുമേനിയെ ജിബ്രീൽ കൂട്ടിപ്പിടിക്കുകയാണ്, മാറോടണയ്ക്കുകയാണ്. അങ്ങനെയാണ് നബി തിരുമേനി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നീ നിൻ്റെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കുക. അത് ഖുർആൻ്റെ ആ ഒരു എന്താ പറയുക, ഖുർആൻ ഇറങ്ങുകയാണ്, ഖുർആൻ ഈ ഭൂമിയിലേക്ക് വരികയാണ്, അതിൻ്റെ തുടക്കം. അതാണ് ഈ ഒരു ചരിത്രം. അങ്ങനെ നബി തിരുമേനി ഈ ഒരു സംഭവത്തിന് ശേഷം ജിബ്രീൽ മടങ്ങിപ്പോയി വീട്ടിൽ ചെന്ന് ഖദീജ ബീവിയോട് എനിക്ക് പുതപ്പ് വേണമെന്ന് പറഞ്ഞ് പുതപ്പിട്ട് മൂടിക്കിടക്കുകയാണ്. ഈ ഒരു രംഗം ഖുർആൻ ഇറങ്ങുന്ന സംഭവമാണ്, അല്ലെങ്കിൽ നുബുവത്ത് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ ഒരു സംഭവമാണ് ഈ ഒരു ചരിത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രത്തിലൊരു വലിയ സംഭവമാണ് അതിന് ശേഷം ഉണ്ടാകുന്നത്. കാരണം ഒരു സന്ദേശം വരികയാണ് ഇവിടെ. നബി തിരുമേനി ഒരു സത്യസന്ദേശം കൊണ്ടുവരികയാണ്. അതിൻ്റെയൊക്കെ ഉത്ഭവമായ ഒരു കഥയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്രത്തിന് വലിയ ഒരു പ്രാധാന്യം നമ്മുടെ ഇടയിലുണ്ട്. ഇനി മുഹസിൻ കണ്ണൂർ ഷെരീഫ് പാടിയ പാട്ടാണ് പാടിയത്. ഇത് കണ്ണൂർ ഷെരീഫാണ് പാടിയത്. ഷെരീഫിൻ്റെ പാട്ടാണല്ലോ കൂടുതൽ പാടുന്നത് അല്ലേ? ഇപ്പോൾ പല റൗണ്ടിലും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു. ഏത് ഈശ്വൽ പ്രിയമായിരുന്നാലും ഇപ്പം നാടകം പിന്നെ ഷെരീഫ് പാടാത്ത കൊണ്ട് അത് പാടുന്നത് കണ്ടില്ലേ? ബാക്കി അത് ആ കാലത്ത് ജീവിച്ചിട്ടില്ല അവർ. പിന്നെ അതും ഷെരീഫ് ലൈവായിട്ട് പാടിയ പാട്ടായിരിക്കും. അങ്ങനെ ഷെരീഫിനോടുള്ള പാട്ടിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് റൗണ്ടായാലും അത് ഷെരീഫിലൂടെ ഇങ്ങനെ ഇറങ്ങി കളിക്കും. ഇഷ്ടമുള്ള ഗായകനാണല്ലേ? അപ്പോൾ ആ ഒരു കണ്ണൂർ ഷെരീഫ് പാടിയ ഈ പാട്ട് തിരഞ്ഞെടുത്തു. ഏതാണ്ട് അതേപോലെയൊക്കെ പാടാൻ ശ്രമിച്ചു. ഞാൻ നേരത്തെ അഫ്നാസിനോട് പറഞ്ഞ കാര്യമാണ് അതിങ്ങനെ അതെന്നെ ബൈജി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നില്ല, ഇവിടെ ഒരു സംഭവമാകുന്നില്ല എന്നുള്ളതാണ്. കുഴപ്പമില്ല, ഈ പാടിയതിലുള്ള കുഴപ്പത്തേക്കാളും അല്ലെങ്കിൽ അതിൻ്റെ കുറവുകളോ അതിൻ്റെ മേന്മയോ ഒന്നല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും സംഭവിച്ചു എന്നുമല്ല പറയുന്നത്. ഈ കുറച്ചുകൂടി ഒന്ന് ഒരു റൗണ്ട്, നമ്മൾ ആദ്യമൊക്കെ നിങ്ങളിങ്ങനെ കിടുങ്ങുന്ന പാട്ടൊക്കെ പാടി, ഇപ്പോൾ നിങ്ങളങ്ങനെ അങ്ങനെ തോന്നൽ നമുക്കുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ചുകൂടി നമ്മുടെ പ്രേക്ഷകരെയും നിങ്ങളെ അങ്ങനെ ഒരു പാട്ട് മാത്രമല്ല, കാരണം അവരൊരു 10-15 പാട്ട്, എത്ര പാട്ടാണ് ഇപ്പോൾ പാടി? 10-13 പാട്ടൊക്കെ പാടി കാണും ഇപ്പോൾ അല്ലേ? അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങളുടെ പെർഫോമൻസ് അവരിങ്ങനെ വിലയിരുത്തുകയാണ്. ഞങ്ങൾ വിലയിരുത്തുന്നത് പോലെ അവർ മാർക്കിടുന്നില്ല എന്നേ ഉള്ളൂ പ്രേക്ഷകർ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മനസ്സിലും ഫൈനലെത്തുമ്പോൾ ഇതൊരു അവസാന ശീലെത്തുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ഉയരുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ മോഹസിൻ, നന്നായിട്ട്. മോഹസിന് എന്താ തോന്നി പാടിയത്? എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നി. എനിക്കും അങ്ങനെ ചില ഭാഗങ്ങൾ നന്നായിട്ട് പാടി,
ചില ഭാഗങ്ങൾ. കാരണം ഇതിനു മുമ്പ് ഒരു സോങ് അപാരമായിട്ട് പാടിയിരുന്നു അവിടെ. മാർക്സും അറിയാമല്ലോ നല്ല. അപ്പോൾ ആ ഒരു ഇതിലോട്ട് ഇത് എത്തിയോന്നേ എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇരിക്കണേ. കാരണം ഞാനും അതുപോലെ തന്നെ അങ്ങോട്ട് അങ്ങനെയായിരിക്കും മോഹസിൻ എനിക്ക് റിസൾട്ട് അങ്ങനെ തരുമായിരിക്കും എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോഴാണ്. പക്ഷെ അങ്ങനെ മൊത്തം പാട്ട് മോശമായി എന്നല്ല കേട്ടോ, അതങ്ങനെയല്ല. ചില സ്ഥലങ്ങളിൽ അതെനിക്ക് തോന്നുന്നു അനുപല്ലവിയിൽ എൻ്റെ ഒക്കെ വരുന്ന അവിടെയൊക്കെ അങ്ങോട്ട് ചിലതൊക്കെ ക്ലിയർ ആവാനുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു മറ്റേ പാട്ട് ഇങ്ങനെ മൈൻഡിൽ ഉണ്ട് എനിക്ക് തോന്നി. മൊത്തം ഒരു ഇതാണ്, അതെനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. എത്താത്തൊരു നമുക്ക് സ്ട്രെയിൻ ആവുന്നുണ്ട് അല്ലേ, ശരീരം മൊത്തം ഉണ്ട്. അതാ നമ്മളങ്ങ് ചുമക്കല്ലേ എന്ന് വിചാരിച്ച് നിൽക്കുമ്പം നമുക്ക് മൊത്തം അങ്ങ് സ്ട്രെയിനാന്ന് തോന്നി. എനിക്ക് ചില ഭാഗങ്ങളൊക്കെ അവിടെ കിടന്നിട്ട് നമ്മൾ പറയൂലേ ബുദ്ധിമുട്ട്, നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മളും പാട്ട് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ആ ചുമ വരുമ്പോഴും ചുമക്കരുത്. പിന്നെ കോമ്പറ്റീഷനും കൂടി ആവുമ്പോഴേ നമ്മൾ ചുമച്ചാൽ കഴിഞ്ഞില്ലേ, പിന്നെ അങ്ങോട്ട് പാടാനും പറ്റില്ല. അപ്പോൾ ആ ഒരു എന്നാൽ അതായിരിക്കാം. കാരണം മറ്റേ പാട്ട് നമ്മളെ മൈൻഡിൽ അത്രയും നമുക്ക് നിൽക്കുന്നുണ്ട്, നേരത്തെ പാടിയ ആ സോങ്. കാരണം അത് മോഹസിന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും പാട്ടുകൾ പാടിയിട്ട് അത്ര ഒരു കിടിലം തന്നെയായിരുന്നു ആ സോങ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അടുത്ത് വന്നുകൊണ്ടായിരിക്കാം ചിലപ്പം. അപ്പോൾ ഏതായാലും ഈ അസുഖമൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ, ശ്രദ്ധിക്കണേ. ഓക്കെ, താങ്ക് യു റഹനത്ത. ഷാൻ സർ. മോഹസിൻ കുഴപ്പമില്ലായിരുന്നു. പല്ലവിയിൽ എനിക്ക് കുറച്ച് സ്ലിപ്പിംഗ് തോന്നി. പിന്നെ രഹനത്ത പറഞ്ഞ അനുപല്ലവിയുടെ എൻഡിൽ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ പാട്ട് തീർന്നതല്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു പ്രശ്നം. പിന്നെ മാഷ് പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു സംഭവമില്ല, ഞെട്ടിപ്പിച്ചിങ്ങനെ നിർത്താണ് അല്ലേ. ഇനി നെക്സ്റ്റ് ഇപ്പം കഴിഞ്ഞ മോഹസിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഞെട്ടിപ്പിച്ചു. അങ്ങനെയാണോ? അങ്ങനെ ഞാൻ നമ്മൾക്ക് മാറ്റി പിടിച്ചൊരു വൗ ഫാക്ടർ എന്ന് ഷാൻ സർ എപ്പോഴും പറയല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തതാണ് അല്ലേ. ഒന്ന് മാറ്റി. എന്നോട് ആരോ ചോദിച്ചു എന്താണ് ഈ വൗ ഫാക്ടർ. അപ്പം ഈ ഒരു പ്രശ്നം ഈ ഒരു സ്റ്റേജിലെത്തിയിട്ട് എല്ലാവരും, ഞാൻ പറയുന്ന മോഹസിൻ മാത്രമല്ല, എല്ലാവരും ഒരു കുറച്ചൊന്ന് ഞാൻ പറഞ്ഞ മഴക്കാലത്തിൻ്റെ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ മോഹസിന് ഈ ചുമയുടെ ടെൻഡൻസി അതെനിക്കും ഉണ്ട്. എനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് പ്രശ്നമുണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് പാടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. പക്ഷേ എന്തായാലും അടുത്ത തവണ ഒന്നുകൂടി ഇതിൻ്റെ മുകളിലേക്ക് പോട്ടെ. താങ്ക് യു ഷാൻ സർ. പീർക്ക. എനിക്ക് മൊത്തം ഇഷ്ടമായി. മോഹസിൻ നന്നായിട്ട് പാടി. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ചോദിച്ചു നോക്കാം മാർക്ക്. ഫൈസൽ സർ. 26 മാർക്ക്. 26 മാർക്ക്. താങ്ക് യു സർ. റഹനത്ത. 26. 30ൽ 26 മാർക്ക്. താങ്ക് യു റഹനത്ത. ഷാൻ സർ. 26. പിന്നെ അടുത്ത പ്രാവശ്യത്തെ ഞെട്ടിക്കലിന് ഒരു 0.5. ശുഭപ്രതീക്ഷയിൽ ഒരു 1/2 മാർക്ക്. ഓക്കെ, 30ൽ 26 മാർക്ക്. താങ്ക് യു ഷാൻ സർ. പീർക്ക. ഞാൻ ഒട്ടും കുറക്കുന്നില്ല, 8 മാർക്ക് തന്നെ. 10ൽ 8 മാർക്കാണ് പീർക്ക നൽകിയിരിക്കുന്നത്. സോ ഇശൽ കഹാനി റൗണ്ടിൽ മൗസിന് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് 100ൽ 86 മാർക്ക് അല്ലേ.